ഹായ് വെൽക്കം ടു എന്ന വീഡിയോ. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സോളിഡ്സ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലത്തെ മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ, നോക്കിക്കോളൂ. ചോദ്യം: ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വിലാറ്ററൽ. യെസ്, ഓക്കെ. സോ ദി ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നതൊക്കെ ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എല്ലാ വശവും തുല്യമായിട്ടുള്ള, എല്ലാ കോണുകളും തുല്യമായിട്ടുള്ളതാണ് പറയുന്നത്. ആൻഡ് ദി ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് 30 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫിഗർ ഒന്ന് വരച്ചു വെക്കാം. ഇത് എങ്ങനെയാ, ഇത് ഓപ്പൺ ചെയ്തുള്ള ഫിഗർ എങ്ങനെയാന്ന് ഞാനൊന്ന് വരച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സോ വി ഹാവ് സ്ക്വയർ പിരമിഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്ക്വയർ, ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ട്. പിന്നെ സ്ക്വയർ പിരമിഡിന് എന്താ നമുക്ക് ആവശ്യമുള്ളത്? നമുക്ക് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ വി നീഡ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹിയർ. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഞാനിത് അത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഫിഗർ എങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിനാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, സോ യെസ്, it will be like this. Okay, കുഞ്ഞൊരു വേരിയേഷൻ. ഓക്കെ, യെസ്, ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊരു ഓക്കെ, അപ്പോൾ ഇവിടെ സ്ക്വയർ പിരമിഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതുപോലത്തെ എത്ര എണ്ണം വേണം? എത്ര ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക്? വി വിൽ ഹാവ് 1 2 3 4 4 വേണ്ടേ? ഓക്കെ, 4 ഉണ്ട്. ഓക്കെ, 1 2 3 and this one. ഇത് ഇവിടെ എങ്ങനെ ഇരിക്കും? ഓക്കെ, ഇത് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഇത് ഇവിടെ അറ്റാച്ച് ചെയ്തു. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ. ഓക്കെ, ഓക്കെ, ആൻഡ് ദിസ് വൺ ഷുഡ് ബി ഹിയർ. ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫിഗർ ഇതാന്ന് മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഫിഗർ വരുന്നത്. ഇനി നോക്കിക്കേ, ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതായത് ഈ വശങ്ങളെല്ലാം തുല്യാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വശങ്ങളെല്ലാം തന്നെ തുല്യാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വശവും ഈ വശവും ഈ വശവും തുല്യാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? തുല്യാണെന്ന് കാണിക്കാനായിട്ടാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ആൻഡ് ദി ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജസിന്റെ ലെങ്ത് എത്രയാണ്? 30 പറഞ്ഞില്ല. ഇതാണല്ലോ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞ 30. ഇതും 30, ഇതും 30, ഇതും 30. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 30 ആണെങ്കിൽ ഈ വശവും 30 ആണ്, ഈ വശവും 30 ആണ്, ഈ വശവും 30 ആണ്, ഈ വശവും 30 ആണ്. എല്ലാ വശങ്ങളും എത്ര തന്നെയാണ് വരുന്നത്? 30 ആണ് വരുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? 30 30 30 30. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇതുവരെ ക്ലിയർ ആണ്? നോക്കിക്കേ, ചോദ്യം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇതുവരെ മനസ്സിലായി നോക്കി നോക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ടോട്ടൽ സർഫസ് ഏരിയ കാണാം. സോ ഞാൻ ഈ ഫിഗറിനെ ഞാൻ ഒന്ന് സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നമ്മൾ കാണാനായിട്ട് പോകുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കേട്ടോ. നോക്കിക്കോളൂ, ടോട്ടൽ സർഫസ് ഏരിയനെ നമ്മൾ TSA എന്ന് പറയുന്നു. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് രണ്ട് ഏരിയകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത്. ഏതൊക്കെയാണ്? ബേസ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്. ബേസ് ഏരിയ ഞാനിവിടെ എഴുതി വെക്കാം. ബേസ് ഏരിയ ഉണ്ട്, പ്ലസ് എന്തുകൂടി കൂട്ടണം അതിന്റെ കൂടെ? ലാറ്ററൽ സർഫസ് ഏരിയ. ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? പാദ, മലയാളംകാർക്ക് മനസ്സിലാവാനായിട്ടാണ്, പാദപരപ്പളവ്. പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പുറത്ത് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, നമുക്ക് പാർശ്വപരപ്പളവ്. പാർശ്വ തല പരപ്പളവ്. ഓക്കെ, പല രീതിയിലുള്ള പേരുകൾ പറയാറുണ്ട്. പാർശ്വതല പരപ്പളവ്. ഓക്കെ, പാർശ്വതല പരപ്പളവ്. ഇത് രണ്ടും കൂട്ടുക. നമുക്കറിയാം സ്ക്വയർ ആണല്ലോ നമ്മുടെ ബേസ് ഏരിയ എന്ന് പറഞ്ഞ, ബേസ് എന്ന് പറഞ്ഞ സ്ക്വയർ ആയിട്ട് കിടക്കുന്നത്, പാദം എന്ന് പറയുന്നത് സ്ക്വയർ ആയിട്ടല്ലേ കിടക്കുന്നത് ആണല്ലോ? ഇതൊരു സ്ക്വയർ ആയിട്ട് കിടക്കുന്നത്. അതിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഈക്വേഷൻ നമുക്കറിയാം, എ സ്ക്വയറാ. ഓക്കെ അല്ലേ? എ സ്ക്വയറാ. അതേപോലെ തന്നെ ഇതൊരു ത്രികോണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും? ഹാഫ് ബി എച്ച് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇതൊരു എന്താണ്? ഇതൊരു സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണമാണെന്നുണ്ടെങ്കിൽ അതിന്റെ
ഏരിയ കാണാനായിട്ടുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് √3/4 a സ്ക്വയർ ആണ്. √3/4 a സ്ക്വയർ ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഏതാണെങ്കിൽ നമ്മുടെ സമഭുജ ത്രികോണമാണെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഇതാണ്. ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. കാരണം എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ട് നമുക്ക് ഇത് ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷനാണ്. നമുക്ക് എത്ര എണ്ണം ഉണ്ട്? വി ഹാവ് 4 സച്ച് ട്രയാങ്കിൾസ്. അത്തരത്തിലുള്ള എത്ര ഉണ്ട്? 4 അത്തരത്തിലുള്ള ത്രികോണങ്ങൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് ഇവിടെ എന്തൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും? നമുക്ക് ഇവിടെ 4 പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി നമുക്ക് വരുന്നത് ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബാക്കി എന്ത് കൂടിയുള്ളൂ നമുക്ക്? √3 a സ്ക്വയർ. ഇത്രയാണുള്ളത്. ഒന്ന് മനസ്സിലായി നോക്കിക്കേ. ഇനി നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യാലോ. എങ്ങനെയാ ചെയ്യുന്നത്? a സ്ക്വയർ എന്ന് പറഞ്ഞാൽ a നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ എഴുതി വെക്കാം കേട്ടോ. a എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? എയും എല്ലാം സെയിം തന്നെയാണ്. എല്ലാം എത്രയാണ് വരുന്നത്? നമ്മുടെ 30 തന്നെയല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം a സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് അത് 30ന്റെ സ്ക്വയർ ആണ്, 30 സ്ക്വയർ പ്ലസ് √3 ഇൻറ്റു വീണ്ടും a സ്ക്വയർ. a സ്ക്വയർ എന്ന് പറയുമ്പോൾ അഗെയിൻ 30ന്റെ സ്ക്വയർ. 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 × 30 900 അല്ലേ വരുന്നത്? 900 പ്ലസ് √3 ഇൻറ്റു 900 900. ഇതുവരെ മനസ്സിലായി നോക്കിക്കേ. ഇതാ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് നോക്കിക്കേ. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ 900 കൂട്ടിയാൽ പോരെ. അങ്ങനെയല്ലല്ലോ. എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സെപ്പറേറ്റ് എടുക്കുന്ന ഒരു സാധനമാണ്. ഈ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഭാഗം വേറൊരു കമ്പോണന്റാണ്. ഓക്കെ, സോ ഇത്രയും ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്? ഇത്രയും ഭാഗം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കൂട്ടാനായിട്ട്. ഒരിക്കലും ഇതും കൂട്ടരുത്. ഓക്കെ, നമുക്കറിയാം 900 പ്ലസ് √3 എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് 1.732 ആണ് ഇൻറ്റു 900. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് വിൽ ബി, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അത് നമുക്ക് 1.732 ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. 1.732 ഞാൻ ഇവിടെ എന്തില്ല, നമ്മുടെ പോയിന്റ് ഇല്ലാണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇൻറ്റു 900 will be 0 0 0 0 0 0 0 0. 1 9 9 2 9 18ലേക്ക് 8 ബാക്കി 1. 1 9 9 2 9 18 3 9 27 27 3 28 28ലേക്ക് 8 ബാക്കി 2. 7 9 എന്ന് പറയുന്ന സമയത്ത് 63 63 64 65 65ക്ക് 5 ബാക്കി 6. 1 9 9 9 15 0 9 ഓക്കെ 15 0 0 8 8 5 5 1. ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ പോയിന്റ് ഉണ്ടല്ലോ ശരിക്കും 1.732. പോയിന്റിന് ശേഷം 3 സംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 സംഖ്യ നീക്കിയിട്ട് 1 ഇവിടെ 3 സംഖ്യകൾ നീക്കി പോയിന്റ് 1 2 3 ഇവിടെ പോയിന്റ് ഇടാം. 900 ഇനി നമുക്ക് പ്ലസ് ചെയ്യാം കേട്ടോ. 900 പ്ലസ് ഈ പറയുന്ന 1558. ഓക്കെ, 0.8. ഇവിടെ ഈ 0.8 എന്ന് പറയുന്ന ഏകദേശം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. അതായത് 1558. 0.8 അല്ല, ആ പോയിന്റ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഇത് മാറ്റിയിട്ട് ഇവിടെ 9 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. ഇനി അത് രണ്ടും കൂട്ടി വെക്കുക. 1559 പ്ലസ് 900 ഇസ് ഈക്വൽ ടു 9 5 9 10 11 12 14 14ക്ക് 4 ബാക്കി 1 2 4 5 9. എത്ര കിട്ടും നമുക്ക് ആൻസർ? 2459 സർഫസ് ഏരിയ ആണ്, സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. 2459 സ്ക്വയർ കിട്ടും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഒന്ന് ചോദിച്ചേക്കുക. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ? ഇനി റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഓക്കെ, സോ നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം നോക്കിക്കോ. ദ പെരിമീറ്റർ ഓഫ് ദി ബേസ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്. ഓക്കെ, സോ ആൻഡ് ബിഫോർ ദാറ്റ് ഞാൻ എന്താ സെയിം പിക്ചർ ഞാൻ ഇവിടെ വരച്ചു വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക്
ആ ഒരു സെയിം പിക്ചർ വരച്ചേക്കാം. ദ പെരിമീറ്റർ ഓഫ് ദി ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെന്റിമീറ്റർ. അതായത് ഞാനെന്താ ഈ ഫിഗർ ഒന്ന് ആദ്യം വരച്ചു വയ്ക്കാം. സ്ക്വയർ പിരമിഡ് ആണ്. സോ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ. ഇത് വന്നിട്ട് ഈക്വിലാറ്ററൽ ഒന്നല്ല കേട്ടോ. യെസ്, ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, മനസ്സിലായല്ലോ. പെരിമീറ്റർ ഓഫ് ദി ബേസ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ് കേട്ടോ. ചുറ്റളവ് ഞാനത് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. പെരിമീറ്റർ പെരിമീറ്റർ ഓക്കെ എന്ന് നമ്മൾ പറയാ ചുറ്റളവ് കേട്ടോ. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 40 ആണ് കേട്ടോ. 40. ഓക്കെ, പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 40 ആണ് തന്നിട്ടുണ്ട്. 40 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതും ഈ 4 സംഭവങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഉള്ളതാണ് എന്ത് പറയുന്നത്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 40 ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ഇവിടെ നമുക്ക് പറയാം പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4a ആണ് കേട്ടോ. 4a ഇസ് ഈക്വൽ ടു 4. ഇത് എ ആണെന്ന് പറഞ്ഞു, ഇത് എ ആണെന്ന് പറഞ്ഞു, ഇത് എ ആണ്, ഇത് എ ആണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 4a കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 40 ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 ഡിവൈഡഡ് ബൈ ഈ 4. ഇവിടെ ഇൻറ്റു എടുക്കുന്ന 4 അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും? അവിടെ ഡിവിഷൻ ആവും. അപ്പൊ 4 4 ഒരു പ്രാവശ്യം. സോ വിൽ ബി 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടി. സോ ഇത് 10 ആണെന്ന് കിട്ടി. ക്ലിയർ? ഓക്കെ, അപ്പൊ ചോദ്യം നമ്മൾ ഫുൾ ആയിട്ട് വായിക്കുന്നതിന് മുന്നേ തന്നെ ഓരോ ഭാഗങ്ങൾ കണ്ടുപിടിച്ച് എഴുതാം. എ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ക്ലിയർ? അപ്പോ ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. ശ്രദ്ധിക്കണേ, ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. അപ്പൊ എത്ര എഡ്ജുകൾ ഉണ്ട് നോക്കിക്കേ. എഡ്ജുകൾ എഡ്ജസ് എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ എഡ്ജസ് എത്രയാണ്? ടോട്ടൽ 4 4 8 എഡ്ജസാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, എത്ര എഡ്ജസ് വരുന്നേ നോക്കിക്കേ. ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഞാനതൊന്ന് വരയ്ക്കാം. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ. ഓക്കെ, നമ്മൾ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എത്ര എഡ്ജസാ വരുന്നത് നോക്കിക്കേ. എഡ്ജസ് എന്ന് പറഞ്ഞാൽ വക്കുകൾ ഇടാം. എത്ര വക്കുകളാ വരുന്നേ നോക്കിക്കേ. 1 2 3 4 5 6 7 8. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു പറയാം. എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാന്ന് പറഞ്ഞു? 1 2 3 4 5 6 7 8. ഓക്കെ, 8 എണ്ണം കൂട്ടി കഴിഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ എഡ്ജസും കൂട്ടി കഴിഞ്ഞാൽ 92 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ 92 മൈനസ് സമചതുരത്തിന്റെ വക്കുകൾ ഓൾറെഡി എല്ലാം കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് 40 തന്നിട്ടില്ല. അതൊന്ന് കുറയ്ക്കാലോ. സോ നമുക്ക് കിട്ടും 52 കിട്ടും. അതായത് ഇത് കൂടാതെ, ഈ സമചതുരത്തിൻ്റെത് കൂടാതെ ബാക്കിയുള്ള 1 2 3 4 ഈ 4 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയെന്ന് വന്നിട്ടുണ്ട്? 52 ആണ് നമുക്ക് ഇപ്പൊ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. അങ്ങനെ 4 ഈകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ 4e എന്ന് പറയുന്നത് എന്താണ്? 52 ആണെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 52 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 13 കിട്ടും അല്ലേ? നോക്കിക്കേ, 5 4 ഒരു പ്രാവശ്യം, ബാക്കി 1 12 3 പ്രാവശ്യം, 13 കിട്ടും നമുക്ക്. 13 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ എന്തൊക്കെ കിട്ടി നമുക്ക്? എ കിട്ടി. എ എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് കിട്ടി. ഇ എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടി? ഇ എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, എയും കിട്ടിയിട്ടുണ്ട്, ഇയും കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാൽക്കുലേറ്റ് ഇറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ കാണേണ്ടത് കാൽക്കുലേറ്റ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ കാണാം. ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ടുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് ബേസ് ഏരിയ. ഓക്കെ, ഞാനിവിടെ എഴുതി വെക്കാം.
ബേസ് ഏരിയ പ്ലസ് ബേസ് ഏരിയയുടെ കൂടെ എന്തുകൂടി കൂട്ടണം നമുക്ക്? ലാറ്ററൽ, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ, ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ, ഇത് രണ്ടും കൂട്ടിയാൽ മതി. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ഒരു സമഭുജ ത്രികോണമായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ സമഭുജ ത്രികോണം അല്ല, സാധാരണ ഒരു ത്രികോണം. ഓക്കെ, സമഭുജ ത്രികോണം അല്ല. ബേസ് സ്ക്വയറിന് നമുക്ക് എ സ്ക്വയർ ആണെന്ന് പറയാം. പ്ലസ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഈക്വേഷൻ ആയിരുന്നു എന്താ പറഞ്ഞത്? ആയിരുന്നു 2al ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിൽ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ട് ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2al ആണ് ചെയ്യേണ്ടത്. a സ്ക്വയർ പ്ലസ് 2al. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് a ഉണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല? l ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? l കണ്ടുപിടിക്കണ്ടേ? l ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് l കണ്ടുപിടിക്കണം. l കാണാനായിട്ട് വി ഹാവ് an ഇക്വേഷൻ. ഞാൻ പറയാം. l സ്ക്വയർ ഇസ് ഈക്വൽ ടു e സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ L കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് വാല്യൂസ് കൊടുക്കാം. L സ്ക്വയർ ഇസ് ഈക്വൽ ടു E എന്ന് പറഞ്ഞ 13 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. സോ 13ന്റെ സ്ക്വയർ മൈനസ് A എന്ന് പറഞ്ഞ 10 ആണെന്ന് പറഞ്ഞു, 10/2 അതിന്റെ ഹോൾ സ്ക്വയർ. സോ L സ്ക്വയർ ഇസ് ഈക്വൽ ടു 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 ആണ്, മൈനസ് 10/2 എന്ന് പറഞ്ഞാൽ 5, 5ന്റെ സ്ക്വയർ. സോ L സ്ക്വയർ ഇസ് ഈക്വൽ ടു 169 മൈനസ് 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25. ഓക്കെ, സോ വിൽ ബി L സ്ക്വയർ ഇസ് ഈക്വൽ ടു 169 മൈനസ് 25 അല്ലേ, 25 ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 4 and 4 and 1, 144 കിട്ടും. 144. L സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 ആണെങ്കിൽ L എന്ന് പറയുന്നത് therefore L ഇസ് ഈക്വൽ ടു, ഈ സ്ക്വയർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. റൂട്ട് 144. 144 റൂട്ട് എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് നമുക്കറിയാലോ, 12 ആണ്. സോ L കിട്ടി. L എന്ന് പറയുന്നത് നമുക്ക് 12 സെന്റിമീറ്റർ ആണ് കിട്ടി. ഓക്കെ, അപ്പൊ ഞാനത് ഇവിടെ തന്നിട്ടുള്ളത് 12 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പോവാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് കാണണം കേട്ടോ. ഓക്കെ, സോ L കിട്ടി. L ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാമല്ലോ. ടോട്ടൽ സർഫസ് ഏരിയ കാണാം. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് എഴുതാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു A3 എന്ന് പറഞ്ഞിട്ട് A എന്ന് പറഞ്ഞാൽ 10 അല്ലേ. സോ 10ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു L എത്ര കിട്ടി? L 12 കിട്ടിയിട്ടുണ്ട്. ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇത് സെപ്പറേറ്റ് ഒരു ബ്രാക്കറ്റിൽ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 10 ഇൻറ്റു 12 120, 120 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 120 ഇൻറ്റു 2 240. ഓക്കെ, ഇസ് ഈക്വൽ ടു 340 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും.